ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പൊട്ടറ്റോ കൊണ്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. സാധാരണ സദ്യക്കൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ട്രൈ ചെയ്യാം. പൊട്ടറ്റോ കൊണ്ടുള്ള റെസിപ്പിയാണല്ലോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ്. അത് ക്യൂബ് ഷേപ്പിലായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒനിയനാണ് എടുത്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒനിയനായിരുന്നു. അപ്പോൾ ഒരു പീസ് മതി. ഇത് ഞാൻ 2 പൊട്ടറ്റോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ കോറിയാണ്ടർ പൗഡറും മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേ സൈസിലുള്ളൊരു ടൊമാറ്റോ എടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയുടെ പീസുകളാണ്. പിന്നെ ഇനി ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് കോക്കനട്ട് വേണം. ഇത് ഞാൻ തന്നെ ഇവിടെ ചിരകിയെടുക്കുന്നതാണ്, ചിരവിണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ നമ്മളിതിൽ ഞാൻ പറയാത്ത ഇൻഗ്രീഡിയൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം കേട്ടോ. സ്റ്റൗ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ചേർക്കണം. സോൾട്ട് ആഡ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിൽ ചെറിയൊരു ഓയിലുണ്ട്, നല്ലൊരു ഓയിലിൻ്റെ ചെറിയൊരു അകത്തുണ്ട്. അപ്പോൾ ആ ഓയിലിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലൊന്ന് കിടന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാറ്റി വെച്ചില്ലായിരുന്നു, അതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി മൊരിയിച്ചെടുക്കാം. ഇത് പലതരത്തിലും ചെയ്യാം കേട്ടോ. ആദ്യം മുളക് പൊടി ആഡ് ചെയ്ത് മൊരിയിച്ചിട്ട് പൊട്ടറ്റോ ഇടാം. ഞാൻ പൊട്ടറ്റോ ഇട്ട് വഴറ്റിയിട്ടാണ് പിന്നെ പൊടികൾ ഇട്ടത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്യാം. ചെറിയ തീയിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ടൊമാറ്റോന്ന് വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഒരു ജസ്റ്റ് 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം നമുക്ക്. ടൊമാറ്റോ ഇതിൽ അത്യാവശ്യം ചെറിയ തോതിലൊന്ന് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൽ കിടന്ന് വേവട്ടെ. മൂടി വയ്ക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. ഈ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ നാളികേരത്തിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പെരിഞ്ചീരകം ഇത്തിരി അധികം എടുത്തോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ബ്രൗൺ കളർ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കറിവേപ്പില ഇടുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ പീസ് ഇഞ്ചി അതും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇടണം. ഞാൻ നല്ല ബ്രൗൺ ആകുമ്പോൾ ഇടാൻ വെച്ചിരിക്കുക. ഇനി വറുത്തത് അരച്ചെടുക്കാം. പൊട്ടറ്റോ ഏതാണ്ട് വേവായിട്ടുണ്ട്, ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അരച്ചിട്ട് വരാം. അതിലിത് ആഡ് ചെയ്യാം. പൊട്ടറ്റോ നല്ല ഡ്രൈ ആയി നല്ല ഭംഗിയിൽ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് നന്നായി ഇളക്കി കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലിട്ടുണ്ട്. നമുക്കത് തീ ഓഫ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ സ്പെഷ്യൽ റോസ്റ്റ് കറി തയ്യാറായിട്ടുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും തുടർച്ചയും വേണം. ഓരോ വീഡിയോയുമായി